ചേട്ടാ നമസ്കാരം. നമസ്കാരം. ട്രംപ് ഡൊണാൾഡ് ട്രംപാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഈ ട്രംപ് ലോകമെമ്പാടും രണ്ടാമത്തെ വരവിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നു എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ ആ കോളിളക്കം ട്രംപ് സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. കഴിഞ്ഞ ദിവസം മൂഡീസ് എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത് അമേരിക്കയുടെ താരിഫ് വർധനവ് ഇന്ത്യയെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ പ്രധാനമായി മൂഡീസ് പറയുന്നത് ഇന്ത്യയിലുള്ള ആഭ്യന്തര ഉൽപാദനം കൂടിയതാണ് എന്നുള്ളതാണ്. സ്റ്റീലിന്റെ കാര്യത്തിലൊക്കെ നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നും അത് പറയുന്നുണ്ട്. ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുമ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നമ്മുടെ പല ഉൽപ്പന്നങ്ങളും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രതിരോധ കയറ്റുമതി നമ്മുടേത് വർദ്ധിക്കുന്നു. ട്രംപ് ഇതിലൊക്കെ വളരെ അസ്വസ്ഥനാണ്. എന്നാൽ ട്രംപിന്റെ രാജ്യത്തേക്ക് പോവാം, അമേരിക്കയിലേക്ക് പോവാം. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞു വന്ന ട്രംപ് അമേരിക്കയെ പിന്നോട്ടടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ജനതയ്ക്ക് തന്നെ ഇത്തരത്തിലൊരു അഭിപ്രായം അതിഭീകരമായിട്ടുണ്ട്. വൈറ്റ് ഹൗസിലേക്ക് ലോറി കയറ്റാൻ ശ്രമിച്ച ഒരു സംഭവം, ഒരു ഭീകരാക്രമണം പശ്ചാത്തലമുള്ള ഒരു സംഭവമായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ജൂത മ്യൂസിയത്തിന് മുമ്പിൽ 2 ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഈ കൊലപാതകികൾ പറഞ്ഞത് സ്വതന്ത്ര ഫലസ്തീൻ സിന്ദാബാദ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രംപ് വന്നതിന് ശേഷം ഇസ്രായേലും വലിയ രീതിയിലുള്ള ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടോ എന്നൊരു തോന്നലുണ്ട്. നമുക്കറിയാം, ഇസ്രായേലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്രായേൽ ജോ ബൈഡന്റെ കാലത്ത് അമേരിക്കയുടെ മറ്റൊരു സ്റ്റേറ്റ് പോലെയായിരുന്നു, അമേരിക്കയുടെ സ്വന്തമായിരുന്നു, സാമന്ത രാജ്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ട്രംപ് വന്ന ശേഷം ഇസ്രായേലിനോട് പല കാര്യങ്ങളും ആജ്ഞാപിക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ യുദ്ധം നിർത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ട്രംപിന്റെ ശോഭ മങ്ങുകയാണോ എന്നൊരു തോന്നലുണ്ട്. പുള്ളിക്കാരന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഭീകരവാദികളെ കൂട്ടുപിടിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. സെലൻസ്കി ട്രംപിന്റെ അടുത്തേക്ക് വന്നപ്പോൾ വൈ ക്യാൻ യു വിയർ എ സ്യൂട്ട് എന്നാണ് ട്രംപ് ചോദിച്ചത്. അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു സ്യൂട്ട് ധരിച്ചുകൂടാ എന്നാണ് ട്രംപ് ചോദിച്ചത്. എന്നാൽ അതേ ട്രംപ് സൂട്ടും സോക്സും ഒന്നുമില്ലാതെ കാലിലൊരു പക്ര ചെരുപ്പ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന GCC ഭരണാധികാരിക്ക് മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ച ഇന്ന് ലോകമാധ്യമങ്ങൾ, ഈ 2 ചിത്രങ്ങളും വെച്ച് ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണി മാറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ട്രംപിന്റെ കുടുംബത്തിന് വേണ്ടി, ട്രംപിന്റെ കമ്പനി വളർത്താൻ വേണ്ടി ഭീകരവാദികളെ കൂട്ടുപിടിക്കുക, ട്രംപിന്റെ വൈറ്റ് ഹൗസ് ഉപദേശക സമിതിയിൽ 2 ലഷ്കർ ഇ തൊയ്ബ ബന്ധമുള്ള ഭീകരവാദികളെ അപ്പോയിന്റ് ചെയ്യുക, ഭീകരവാദികളെ ഫണ്ട് പറ്റുക, പാകിസ്ഥാൻ IMF-ലൂടെ 10,000 കോടി മേടിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ട്രംപ് ചെയ്യുന്നു. ട്രംപ് പഴയ ട്രംപ് അല്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. സത്യമാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് സിൽ റാമഫോസ എന്നാണ്. അദ്ദേഹം വരുന്നു, ട്രംപിനെ കാണാനായിട്ട് അമേരിക്കയിൽ വരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം, ഇദ്ദേഹത്തെ ഇരുത്തിയതിന് ശേഷം ട്രംപ് ചെയ്യുന്നത് ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, അതിലൊരു 4 മിനിറ്റ് ദൈർഘ്യം വരുന്നൊരു വീഡിയോ പ്ലേ ചെയ്യുന്നു. ആ വീഡിയോയിൽ വെള്ളക്കാരെ കറുത്തവർ കൊല്ലുന്നു, ഇതാണ് ആംഗിള് ആ സാധനത്തിന്റെ. എന്നിട്ട് പെട്ടെന്ന് ട്രംപ് ശുഭദിനായി പറയുന്നു, നിങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ വെള്ളക്കാർക്കെതിരെ നിങ്ങൾ ഭയങ്കരമായ വർണ്ണവിവേചനമാണ് നടത്തുന്നത്, ഇതാണെന്നൊക്കെ പെട്ടെന്ന് അങ്ങ് ചൂടാകുകയാണ്. അപ്പോൾ ഈ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് എവിടെയാണ് ഈ സ്ഥലമെന്നെങ്കിലും ഒന്ന് പറയൂ, കാരണം എനിക്കറിയില്ല ഇത് എവിടെയാണ്, നിങ്ങൾ ഈ കാണിച്ച വിഷൻ എവിടെയാണെന്നെങ്കിലും നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് പറയണം എന്ന് ട്രംപിനോട് പറയുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ ഈ സെലൻസ്കിയെ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുകയാണ്. അതായത് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട്, നിങ്ങളുടെ ഡ്രസ്സ് ഇതാണോ ഇട്ടുകൊണ്ട് വരുന്നത്, അതായത് ട്രംപിന്റെ അനുയായികളെ കൊണ്ട് ആണ് ഇത് കളിയാക്കിക്കുന്നു. അതിനുശേഷം ഈ സെലൻസ്കിയോട് ഒരു മോശം പെരുമാറ്റം, നമ്മുടെയൊക്കെ ഒരു അടിമയെ പോലുള്ള ഒരു പെരുമാറ്റം. ഇതിപ്പോ നമ്മൾ ദക്ഷിണാഫ്രിക്കയിൽ നമ്മളിത് 2ാമത്തെ കാഴ്ചയാണ് കാണുന്നത്. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് വന്നിട്ട് വലിയ വാർത്തയായിരുന്നു. വന്നിട്ട് അദ്ദേഹത്തെ ഈ പറയുന്ന സിൽ റാമഫോസിനെ വിളിച്ചു വരുത്തിയിട്ട് വളരെ ഇതായിട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട്, നിങ്ങൾ കൊല്ലുന്നു കണ്ടില്ലേ, ഇതാണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഈ വീഡിയോ എവിടെയാണെന്നെങ്കിലും പറയും സ്ഥലം, ഇത് എനിക്കറിയില്ല, ഈ സാധനം ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു രീതി ആ രീതിയിലേക്ക് പോകുന്നു. ഏതായാലും പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സംഭവത്തിൽ ലോകം മുഴുവൻ തന്നെ, കാരണം ഈ അമേരിക്കയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുത്തെ പ്രസിഡന്റുമാരെല്ലാം ഒരു വീരനായകന്മാരാണ്. എപ്പോഴും വീരനായകത്വം അല്ലെങ്കിൽ ആ വീരത്വം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. മിക്കവാറും ഈ അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ചരിത്രത്തിൽ ഇവരൊരു യുദ്ധത്തിന്റെ ഒരു എന്താണ് പറയുന്നത്,
ഒരു പോരാളി ഇല്ലെങ്കിൽ ഒരു വലിയ സൈന്യാധിപൻ എന്നുള്ള രീതിയിലാണ് അവരെല്ലാവരും അറിയപ്പെടുന്നത്. പക്ഷെ ട്രംപിന്റെ ഒന്നാം വരവിലും അത് നമ്മൾ കണ്ടില്ല. രണ്ടാം വരവ് ആയപ്പോഴേക്കും കുറച്ചുകൂടി എല്ലാം കൂടി കുഴഞ്ഞു മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ഇതിപ്പം അദ്ദേഹം മറ്റു രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരോട് പെരുമാറുന്ന ഒരുപക്ഷെ ഇതൊരിക്കലും ഇന്ത്യ ആണെങ്കിൽ നടക്കില്ല. കാരണം ആ ഇന്ത്യ അങ്ങനെ വകവെച്ചു കൊടുക്കുന്ന ഒരാളുമല്ല, ഇത് നടക്കില്ല. ഒരുപക്ഷെ നമ്മുടെ വ്ളാഡിമിർ പുടിൻ പോലും ഇത്തരത്തിൽ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹമൊക്കെയാണ് സ്വച്ഛാധിപതികൾ എന്നൊക്കെ ഇവർ പറയുന്നവര്. അദ്ദേഹം പോലും അങ്ങനെ പെരുമാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. വളരെ മാന്യമായിട്ട് തന്നെയാണ് എല്ലാവരോടും അദ്ദേഹം പെരുമാറുന്നത്. അവിടെയാണ് ട്രംപിന്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ ബലികഴിക്കുന്നു എന്ന് അവിടുത്തെ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ പാർട്ടികളും അദ്ദേഹത്തിന്റെ പാർട്ടിയിലും ഉള്ളവരൊക്കെ തന്നെ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഖത്തറിൽ പോയിട്ട് അവിടുന്ന് ഒരു ആഡംബര വിമാനം വാങ്ങിയപ്പോൾ ചില അമേരിക്കൻ മാധ്യമങ്ങളെങ്കിലും എഴുതിയ കാര്യം കോട്ടിട്ട ഭീകരവാദിയുടെ വിമാനം വാങ്ങി ട്രംപ് എന്നാണ്. കാരണം പാകിസ്ഥാനെ ഇപ്പോൾ അകമഴിഞ്ഞ് ട്രംപ് സ്നേഹിക്കുന്നതിന്റെ പിന്നിലും ട്രംപിന്റെ മകളും മരുമകനും ചേർന്ന് നടത്തുന്ന ക്രിപ്റ്റോ കറൻസി വ്യാപാരത്തിന്റെ ഒരു പങ്ക്, അതിന്റെ ഒരു കമ്പനി മുനീറിന്റെ പേരിലുള്ള അല്ലെങ്കിൽ മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനിയാണ് പാകിസ്ഥാനിലെ. അവരാണ് അവിടുത്തെ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു വലിയ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ അമേരിക്ക പാകിസ്ഥാനിൽ കടന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീക്കുന്നത്. അപ്പൊ എല്ലാത്തിനും അതായത് പൊളിഞ്ഞടുങ്ങുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം വികസിപ്പിക്കാൻ ട്രംപിന്റെ കുടുംബത്തിന്റെ ബിസിനസ് സാമ്രാജ്യം വികസിപ്പിക്കാൻ നടത്തുന്ന നീക്കങ്ങളിൽ അത് പെട്ടെന്ന് പൊളിഞ്ഞ് അടങ്ങുകയാണ്. ഇന്നലെ തന്നെ അവിടുത്തെ US മുൻ ദേശീയ ഉപദേഷ്ടാവായ ജോൺ ബോൾട്ടൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞത് ട്രംപിന്റെ ഒരു സ്വഭാവമാണ് ക്രെഡിറ്റ് അടിക്കുക എന്നുള്ളത്. അദ്ദേഹം ഈ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ക്രെഡിറ്റ് അടിക്കുക എന്നുള്ളത് ട്രംപ് എപ്പോഴും ട്രംപ് തന്നെയാണ് എന്നാണ്. എവിടെയെങ്കിലും പൊങ്ങച്ചം പറയാ ക്രെഡിറ്റ് അടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, ഇന്ത്യ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാകും, ഞങ്ങൾ എങ്ങനെ ഇടപെടാൻ പറ്റും ഞങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ടുമുണ്ടാകും. അത് ട്രംപ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മറ്റുള്ളവരും ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ചിട്ടുണ്ടാകും. അത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ വെടിനിർത്തലിലേക്ക് പോയപ്പോൾ ഇനി വേറെ ആരെങ്കിലും ക്രെഡിറ്റ് അടിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ട്രംപ് മുൻകൂർ ഇതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കിയത് എന്നാണ് പറയുന്നത്. അപ്പൊ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ പുടിന്റെ പ്രസ്താവന വരുന്നത്, അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല, ഒരാൾ മാത്രം തീരുമാനിച്ച കാര്യമില്ലല്ലോ, ഞങ്ങൾ യുദ്ധം നിർത്താൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അത് പുടിൻ തന്നെ പറയുന്നു. അതായത് അദ്ദേഹം കൈവച്ച മേഖലയിലെല്ലാം പിഴക്കുകയാണ്. ഇവിടെ ഈ ഗസയിലേക്ക് വരുന്നു, ഗസയിൽ യുദ്ധം നിർത്തും എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും വളരെ കടിച്ചു പിടിച്ചും കാല് പിടിച്ചുമൊക്കെ തൽക്കാലം ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെങ്കിലും പിന്നീട് അത് വെടിനിർത്തലിലേക്ക് എത്തിയില്ല. ഇപ്പോൾ വലിയ കരയുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് പുള്ളി ആദ്യം ഒരു നിലപാട് പറയും, പിന്നീട് അതിന് മാറുകയും ചെയ്യും. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന മറ്റൊരു കാര്യം, അമേരിക്കയിലെ തന്നെ 12ഓളം സ്റ്റേറ്റുകൾ ഫെഡറൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് ട്രംപിന്റെ ഈ മുൻപിൻ ധാരണയില്ലാതെ നടത്തിയിരിക്കുന്ന ഈ താരിഫ് യുദ്ധം, ആ താരിഫ് യുദ്ധം മൂലം ഈ സ്റ്റേറ്റുകൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ രാജ്യങ്ങൾ തമ്മിലൊരു എന്താണ് അന്താരാഷ്ട്ര കരാറുകളുണ്ട് ഈ വാണിജ്യപരമായിട്ട് തന്നെ. അതായത് താരിഫിന്റെ കാര്യത്തിലായാലും ലോക വ്യാപാര കരാർ അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ പെടാതെ തന്നിഷ്ടപ്രകാരം ഈ താരിഫൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു തിക്തഫലങ്ങൾ ആ രാജ്യം കൂടെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക ഞങ്ങൾ വലിയ താരിഫ് ചുമത്തുന്നു എന്ന് പറയുമ്പോൾ ഈ സാധനം അമേരിക്കയിലെ ജനം മേടിക്കണ്ടേ, അവർക്കും വാങ്ങാൻ കഴിയണ്ടേ. മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ അമേരിക്കക്കാര് അവരുടെ 74% ചൈനീസ് പ്രൊഡക്റ്റുകളാണ് അവർ കൂടുതൽ വാങ്ങുന്നത്. ആ ചൈനീസ് പ്രൊഡക്റ്റുകൾക്കാണ് ഇയാളൊരു വലിയ രീതിയിലുള്ള താരിഫ്, വലിയ രീതിയിൽ അത് 200%, 120% ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെ അപ്പൊ അവര് ടാക്സ് കൊടുത്തിട്ട് എങ്ങനെ ഈ സാധനം വാങ്ങും? അതൊന്ന് ഇല്ല എങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരത്തിൽ ചൈനയോട് ചെയ്തിരുന്നു. 102% ടാക്സ് ഒക്കെ നമ്മൾ ഈ കളിപ്പാട്ടത്തിനൊക്കെ ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യയിൽ, ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. പക്ഷെ നമുക്കതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്, ഈ കളിപ്പാട്ട നിർമ്മാണങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അപ്പൊ ചൈനയിൽ നിന്ന് കളിപ്പാട്ടം എത്താതെ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇന്ത്യയിലുള്ള ഈ കളിപ്പാട്ട നിർമ്മാണങ്ങൾ, അതിന് അദ്ദേഹം നേരിട്ട് പോയി തമിഴ്നാട്ടിൽ ഈ ബൊമ്മ ഉണ്ടാക്കുന്ന ഒരു ഇടത്ത് പോവുകയും ആ ബൊമ്മ കുറിച്ച് പുള്ളി സംസാരിക്കുകയും വെച്ചു. ഭയങ്കര ഹിറ്റായി മാറി ആ ബൊമ്മ. ഇപ്പൊ ഭയങ്കര ഈ അവിടുത്തെ ഒരു വിഭാഗ അല്ലല്ല അവിടെ ഒരു ഗ്രാമീണരാണ്, അവരുടെ ഒരു പരമ്പരാഗത തൊഴിലാണത്. അവർ തടിയിലാണ് ഈ നല്ല ഭംഗിയുള്ള ബൊമ്മകൾ ഇത് ചെയ്യും. അപ്പം പുള്ളി പറഞ്ഞു, ഇത് കണക്ക് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്ഥലത്തുണ്ട്, ഇത് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാവുന്നതല്ലേ ഉള്ളൂ,
ഈ കെമിക്കൽ ഉള്ളതോ അല്ലെങ്കിൽ വിഷമുള്ളതോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പുള്ളി അത് പറഞ്ഞത്. പക്ഷെ അതിന് ഭയങ്കര ഡിമാൻഡായി മാറുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് ഓൾറെഡി പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഉത്തേജിപ്പിക്കാൻ പറ്റും. ഇപ്പോ ചൈനയിൽ നിന്ന് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഇന്ത്യക്കാരൻ്റെ ഇരുന്ന് കളിപ്പാട്ടം തന്നെ ഉണ്ടാക്കും. ഇന്ന് കളിപ്പാട്ട വിപണിയിൽ നമ്മൾ 5-ാം സ്ഥാനത്ത് 4-ാം സ്ഥാനത്തുമായിട്ടൊക്കെ തുടരുകയാണ്. ഇവിടുന്ന് കയറ്റി അയക്കാൻ തുടങ്ങി കളിപ്പാട്ടം. അപ്പൊ ഇന്ത്യക്ക് പിന്നെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ജനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് തന്നെ പറയാം. എന്തിനും നമ്മൾ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. എന്ത് കാര്യത്തിലും അതിജീവിച്ച്. മുമ്പ് ഒരു ചർച്ച ഞാൻ പറഞ്ഞത് കണക്ക് ഇപ്പോ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ നാളെ അതിന് നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് വേറൊന്ന് കണ്ടെത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പൊ സ്വാഭാവികമായി തന്നെ നമ്മൾ ഓരോന്നിനും വേണ്ടിയിട്ട് കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട്. നമുക്കറിയാം മുമ്പ് നമ്മുടെ ഈ കാറൊക്കെ ഇറങ്ങുമ്പോൾ അതിന്റെയൊക്കെ സ്പെയർ പാർട്സ് കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. ഭയങ്കര വിലയായിരുന്നു കാറിന്റെ സ്പെയർ പാർട്സ്. പിന്നീട് ഈ കാറിന്റെ സ്പെയർ പാർട്സ് ഒക്കെ ചെറിയ കടകളിൽ പോലും കിട്ടുന്ന കാലം വന്നു. പ്രത്യേകിച്ച് പല വണ്ടികളുടെ, ഞാൻ ആ കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുന്നംകുളത്തായാലും കോയമ്പത്തൂരായാലും അനവധി ഫാക്ടറികളും കുടിൽ വ്യവസായവും രംഗത്ത് വന്നു. നട്ടായാലും ബോൾട്ടായാലും ഇനി കാറ് തന്നെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും എന്നുള്ള നിലയിലേക്ക് വളർന്നു കഴിഞ്ഞു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതിനെല്ലാം അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. ഞാനൊരു ഉദാഹരണം പറയാം. മാരുതി ഈ ഗ്യാസ് കൊണ്ട് ഓടുന്ന വണ്ടി ഇറങ്ങിയിരുന്നു. അപ്പൊ അന്നേരം അപ്പൊ നേരത്തെ കാർ എടുത്തവൻ എന്ത് ചെയ്യും? പുതിയ കാറാണല്ലോ. ഇപ്പോഴല്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയാൻ. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രൈവറ്റ് ആയിട്ടുള്ളവന്മാര് ഇതിനകത്ത് ഗ്യാസ് കിറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന ടെക്നോളജി കണ്ടുപിടിച്ചിട്ട് വളരെ തുച്ഛമായ റേറ്റിന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ഒടുവിൽ മാരുതിക്ക് തന്നെ തോന്നി ഇത് അപകടമാണ്. കാരണം ഗ്യാരണ്ടി ഒന്നും ഇല്ല. ഇതൊക്കെ പൊട്ടിത്തെറിച്ച് കുറ്റം മുഴുവൻ മാരുതിയുടെ തലയ്ക്കാൻ. ഇത് വല്ലോടത്തുനിന്ന് കുടിൽ വ്യവസായങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് ഇൻഷുറൻസും ഗ്യാരണ്ടി ഒക്കെ പറയുന്നത്? അവസാനം മാരുതി തന്നെ സ്പെഷ്യൽ കിറ്റ് അതിനുവേണ്ടി ഇറക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ രാജ്യം. അപ്പൊ അതുകൊണ്ട് നമുക്കത് അതിജീവിക്കാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് അമേരിക്കയിൽ അങ്ങനെയല്ല. കാരണം നിലവിൽ അവർക്ക് അതിനുള്ള ഫാക്ടറികളോ ഉത്പാദന സംവിധാനങ്ങളോ അവിടെ വളരെ കുറവാണ്. ഇല്ലാന്നല്ല, കുറവാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനിക്ക് പണം മുടക്കുന്നതിന് ലാഭമാണ് വേണ്ടത്. ഒരു വലിയ തുക നൽകിക്കൊണ്ട് അമേരിക്കയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിനെ പുറത്തെത്തിച്ച് ഒരു വിപണി കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരമാണ്. കാരണം വിപണി എന്ന് പറഞ്ഞാൽ സമ്പന്നമായ രാജ്യങ്ങളിലേക്ക് മാത്രമല്ലല്ലോ നമ്മൾ ചരക്ക് കയറ്റി അയക്കുന്നത്. സാധാരണപ്പെട്ട രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രോഫിറ്റ് കിട്ടൂ. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറഞ്ഞാൽ അമേരിക്കയും ബ്രിട്ടനും ഒന്നുമല്ല, അതിനപ്പുറത്തേക്ക് ആസിയാൻ രാജ്യങ്ങളുണ്ട്, ചെറിയ രാജ്യങ്ങളുണ്ട്. ആ ചെറിയ രാജ്യങ്ങളിലേക്ക് നമ്മൾ അങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ കയറ്റി വിടുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഈ നാട്ടിലുള്ള നമ്മൾ ഈ കയറ്റുമതി എന്ന് പറയുമ്പോൾ വൻകിട ബിസിനസ്സുകാരെ മാത്രം കാണരുത്. അവിടെയാണ് നമുക്ക് വരുന്നൊരു പരാജയം. വൻകിട ബിസിനസ്സുകാർ മാത്രമല്ല, ചെറുകിട ബിസിനസ്സുകാരുണ്ട്. ചിലപ്പോൾ ഒരു 500 ഷർട്ട് കയറ്റി വിടുന്നവരും ഉണ്ട് കയറ്റുമതിക്കാർ എന്ന് പറയുന്നു. അത്തരക്കാരൊക്കെ ഇതേപോലുള്ള അത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഈ ആസിയാൻ രാജ്യങ്ങളിലായാലും ഇല്ലെങ്കിൽ ഏഷ്യയുടെ മറ്റ് രാജ്യങ്ങളായാലും ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ആ ഒരു ക്വാളിറ്റി ഉള്ള സാധനം മതിയാകും. അപ്പൊ നമ്മൾ അതിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മളത് കയറ്റി ചെയ്യുന്നത്. നമ്മുടെ മരുന്നുകൾക്കും ഒക്കെ തന്നെ വലിയ ഡിമാൻഡാണ് പാകിസ്ഥാനിലും മറ്റുമൊക്കെ. കാരണം അവിടെ അവർക്ക് കിട്ടുന്ന മരുന്ന് വലിയ കോസ്റ്റ്ലിയാണ്. അപ്പം അങ്ങനെയുണ്ട്. അപ്പൊ അത് ആദ്യം ചെയ്തു വെച്ചിട്ട് വേണമായിരുന്നു അമേരിക്ക ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട്. ഇപ്പൊ ആപ്പിൾ ഫോൺ, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ആപ്പിൾ ഫോൺ അമേരിക്കയിലാണ് നിർമ്മിച്ച് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഫോൺ എത്ര രൂപയ്ക്ക് വാങ്ങാൻ പറ്റും? അവരുടെ ടാക്സും താരിഫും എല്ലാം കൂടെ. എന്തായാലും അമേരിക്കയിൽ ഉണ്ടാക്കുന്ന ഒരു ഫോണ് ട്രംപിന്റെ നാട്ടിലാണെന്നും പറഞ്ഞിട്ട് നമ്മളുടെ രാജ്യം തീരുവയില്ലാതെ വാങ്ങിയെടുക്കത്തില്ലല്ലോ. നമ്മുടെ രാജ്യം ചെയ്യില്ലത്. അഥവാ ഇനി നമ്മൾ തീരുവയൊക്കെ കുറച്ചുകൂടെ കൊണ്ടുവന്നാലും അത് വാങ്ങിക്കാൻ ജനം തയ്യാറാകത്തുമില്ല. നമ്മുടെ രാജ്യത്തിന് മറ്റൊരു പ്രത്യേകതകളുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടതാണ്, ഈ അസർബൈജാന്റെയും തുർക്കിയുടെ ഒക്കെ ബഹിഷ്കരണം തുടങ്ങിയത് ഇവിടുത്തെ ടൂറിസ്റ്റുകളായിരുന്നു. നമ്മുടെ രാജ്യത്തുള്ള ടൂറിസ്റ്റുകളായിരുന്നു, ടൂറിസ്റ്റ് പോർട്ടലുകളായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത് സർക്കാരൊന്നും പറഞ്ഞിട്ടില്ല. പണ്ട് ഇതേപോലെ ഒരു ബോയ്ക്കോട്ട് നമ്മൾ ചൈനയ്ക്കെതിരെ നടന്നത്. ഈ ചൈന 50,000 കോടിയുടെ ബിസിനസ്സാണ് പടക്കത്തിൽ നിന്ന് മാത്രം ഓരോ ദീപാവലി ഘട്ടത്തിലും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഈ മറ്റേ ഗാൽവാൻ താഴ്വരയിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് നമ്മുടെ ഇന്ത്യക്കാർ തീരുമാനമെടുത്ത് ഇനി നമുക്ക് അവന്റെ പടക്കം വേണ്ട എന്ന് തീരുമാനമെടുത്തപ്പോൾ നമ്മുടെ ഈ ശിവകാശിയിലും മറ്റിടങ്ങളിലുമുള്ള പടക്കങ്ങൾക്ക് വലിയ ഡിമാൻഡായി. വലിയ രീതിയിൽ ആ പടക്കങ്ങൾ ചെലവഴിച്ചു പോയി. വലിയ നഷ്ടമാണ് ആ ഒരു പടക്ക കച്ചവടത്തിൽ മാത്രം ചൈനയ്ക്ക് കിട്ടിയത്. ഒപ്പം തന്നെ നമ്മൾ ആപ്പുകൾ നിരോധിച്ചപ്പം ചൈനയ്ക്ക് കിട്ടിയ ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് ഈ ആപ്പ് നിരോധിച്ചപ്പോൾ ചിലരെങ്കിലുമൊക്കെ പ്രതിഷേധമായിട്ട് വന്ന് ഈ ഗെയിം ആപ്പുകളൊക്കെ നിർത്തുന്നതിനെതിരാണ്. അതിന് ബദലായിട്ട് ഒരു 10,000 ആപ്പ് ഈ രാജ്യത്ത് തന്നെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി അവര് വികസിപ്പിച്ചെടുത്തു. അങ്ങനെ മുമ്പോട്ട് പോയി. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ സാധനങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അതിനും തടയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രത്യേകിച്ച് മൊബൈൽ ഫോണുകളും മറ്റുമൊക്കെ തടയിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്ര മൊബൈൽ കമ്പനിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് സാംസങ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആപ്പിൾ വന്നിരിക്കുന്നു. എല്ലാ വൻകിട ബ്രാൻഡുകളും ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉത്പാദനം തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്.
അപ്പൊ ഈ നിലയിലേക്ക് അമേരിക്ക എത്തുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസകരമാണ്. അതിന് കാരണം വേറൊന്നും കൊണ്ടല്ല, അവിടെ ഈ ഉൽപാദന ചെലവ് കൂടുതലാണ്. അതായത് അമേരിക്കയിൽ ഒരു സ്കില്ലായിട്ടുള്ള ഒരു തൊഴിലാളി ഈ പണി ചെയ്യുന്നതിന് കൊടുക്കുന്ന സാലറി ഇന്ത്യയിൽ ആ പൈസയ്ക്ക് 2 3 തൊഴിലാളികളെ വെക്കാൻ കഴിയും. അതായത് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ വിതരണ ശൃംഖല എളുപ്പമാണ്. ഭാരിച്ച ടാക്സുകളില്ല. മറ്റ് സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് കൂടുതൽ കമ്പനികൾ വരുന്നത്. അമേരിക്കക്കാരുടെ തന്നെ കമ്പനികളാണ് ലോകത്ത് പലയിടത്തും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവർ ആ കമ്പനികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ അവർക്ക് ലാഭം ഉണ്ടാക്കാനാണ്, പണം മുടക്കാൻ തന്നെ. ഇതിന്റെ ഇടയ്ക്ക് തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ട ഈ നമ്മളുടെ ടെസ്ലയുടെ ഓണറേയും ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പുള്ളി ലോകം കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞായിരുന്നു ട്രംപിന്റെ കൂടെ നിന്നത്. പെട്ടെന്ന് പേര് ഞാൻ വിട്ടുപോയി. എന്താണ്, എലോൺ മസ്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിരുന്നു. പുള്ളിയുടെ ഓഹരി വിപണി, അദ്ദേഹത്തിന്റെ ഓഹരികളും മറ്റുമൊക്കെ കുതിച്ചുയരുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ മസ്ക് ഭയങ്കരമായിട്ട് കിടന്ന് ശാഠ്യം പിടിച്ചെല്ലാം കഴിഞ്ഞ് ഇന്ത്യയെ കൊണ്ട് ടെസ്ല കാറും ഇറക്കി. അത് കഴിഞ്ഞപ്പോൾ ഈ എലോൺ മസ്കിനെ ഈ ട്രംപ് തള്ളി പറഞ്ഞു, അധികം കളിയൊന്നും ഇവിടെ കിടന്ന് കളിക്കേണ്ടെന്നും പറഞ്ഞിട്ട്. ഇപ്പം മസ്കിനെ കേൾക്കട്ടെ, എലോൺ മസ്കിനെ കേൾക്കാൻ പോലും ഇല്ല. എന്താണ് പുള്ളിയുടെ ഇടയ്ക്കെങ്ങാണ്ട് പുള്ളി ചന്ദ്രനിലേക്കോ സൂര്യനിലേക്കോ എങ്ങാണ്ട് ഒരു പേടകം വിട്ടെന്നോ ഒക്കെ പറഞ്ഞൊരു വാർത്തയെ കണ്ടുള്ളൂ. പിന്നെ സംഭവം ഒന്നും കേൾക്കുന്നുമില്ല. പുള്ളിയുടെ പണിയും തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇതെല്ലാം ശരി. ഇപ്പൊ ഇന്ത്യ എന്തുകൊണ്ടാണ് താരിഫിനകത്ത് ഭയക്കാത്തത്? താരിഫിനകത്ത് നമുക്കിപ്പോൾ ഒരു താരിഫ്, ചൈനയുടെ അടുത്തേക്ക് താരിഫ് കൂട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജനം അതേപോലെയാണ്. അതുപോലെ അല്ല അമേരിക്കയുടെ ജനം. അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ത്യക്കാർക്ക് ആ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. കാരണം കോവിഡിനെ വളരെ ഭംഗിയായിട്ട് അതിജീവിച്ചൊരു ജനമുള്ളത് നമ്മുടെ ഇന്ത്യയിലായിരുന്നു. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവിടുത്തെ ആളുകൾക്ക് അതുമായി പൊരുത്തപ്പെട്ട്, അതായത് കോവിഡ് കാലത്ത് ലോക്ക്ഡൌണും ഷട്ട് ഡൗണും ഒക്കെ പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകുക വലിയ പ്രയാസകരമായിരുന്നു. ഇന്ത്യയിൽ അതില്ല, എല്ലാ കാര്യത്തിലും അതില്ല. അത് നമ്മൾ അതിലോട്ട് അങ്ങ് താതാത്മ്യം പ്രാപിച്ച് പോകും. നോൺ വെജ് കഴിച്ചിരുന്നവർ വെജിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ജനതയെ ഭയപ്പെടുത്താൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ട്രംപ് ഒരു തികഞ്ഞ പരാജയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കാരണം പുള്ളിക്ക് ഒരു വിലയും നിലയും ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ നൽകുന്നില്ല, ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം ജനതയുടെ ഇടയ്ക്ക് തന്നെ ഇദ്ദേഹത്തിന്റെ ബിസിനസ് വളർത്താൻ ശ്രമിക്കുന്നു എന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉയർന്നു. അത് പ്രതിഷേധങ്ങളുമായിട്ട് ഒരു 10,000 പേരുടെ പ്രതിഷേധമായിരുന്നു ഈ താരിഫ് ചുമത്തിയതിനെതിരായിട്ട് ഇവിടെ US നടന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ചൈന പോലും ഭയന്നില്ല. അവരെന്താണോ ഇങ്ങോട്ട് താരിഫ്, എന്നിട്ട് ഇപ്പൊ എന്തായി, ചൈനയുമായി ചർച്ച നടത്തി താരിഫ് കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്റ്റെബിലിറ്റി ഇല്ല അദ്ദേഹത്തിന്റെ പല നിലപാടുകൾക്കും തീരുമാനങ്ങൾക്കും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്താണ് നരേന്ദ്രമോദി 2014 കയറിയപ്പോഴാണ് ഈ നമ്മുടെ മേക്കിംഗ് ഇന്ത്യയുടെ പദ്ധതി തന്നെ അദ്ദേഹം കൊണ്ടുവന്ന് മുമ്പോട്ട് പോയി. അതിൽ ഉറച്ചു നിന്നു. ആ ഉറച്ചു നിന്നതിന്റെ ഫലം പതുക്കെ പതുക്കെ ഇപ്പൊ നമുക്ക് കാണാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല. അദ്ദേഹം ഇന്ന് പറയുന്ന നിലപാടല്ല നാളെ പറയുന്നത്. പിന്നെ എന്താണ്, കുടിയേറ്റക്കാരെ മുഴുവൻ അടിച്ചു പിടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞു. ആദ്യം കുറച്ചുപേരൊക്കെ പുറത്താക്കിയിട്ട് പിന്നെ അതിനെ കുറിച്ച് ഇപ്പൊ ഒരു അനക്കവും കേൾക്കുന്നില്ല. പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഡയലോഗ് എന്തായിരുന്നു വെച്ചാൽ പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് വരാം, ഒരു 45 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ, അതായത് US$ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടുത്തെ സിറ്റിസൺ തരാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയി. എന്തായാലും അത്രയും ലക്ഷം ഡോളർ കൊടുത്തിട്ടൊന്നും അമേരിക്കയിലാരും സിറ്റിസൺഷിപ്പ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അത്ര ആവശ്യം ആർക്കും ഇല്ലല്ലോ. കാരണം ഇവിടുന്ന് പോകുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകും. പിന്നെ അടുത്ത പുള്ളി കൊണ്ടുവന്നിരിക്കുന്നത് അവിടുത്തെ ഇന്ത്യക്കാർ ഉൾപ്പെടെ ഉള്ളവർക്ക് അവർ ഇങ്ങോട്ടേക്ക് അയക്കുന്ന പണത്തിന് നികുതി ചുമത്തും എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് വരുന്ന കുഴപ്പം ഇത് ഇന്ത്യക്കാർക്കല്ല, എല്ലാവർക്കും. അവിടെ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ അമേരിക്ക ജോലി ചെയ്യുന്നവർ ഇനി മുതൽ പൈസ അയക്കുമ്പോൾ ഞാൻ 5 മുതൽ 15 എത്ര ശതമാനമൊക്കെ പറയുന്നത് കേട്ടോ. അതും ഒരു പ്രാക്ടിക്കലായിട്ട് മുമ്പോട്ട് പോകുന്ന കാര്യങ്ങളല്ല. കാരണം ഇപ്പൊ നമ്മുടെ ഇന്ത്യക്കാരാണെങ്കിൽ തന്നെയും അവിടുത്തെ A to Z മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. അതായത് ഹോസ്പിറ്റൽ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഈവൻ ട്രക്ക് ഡ്രൈവർ ആയിട്ട് പോലും ഉണ്ട്. അപ്പൊ ഇത്രയും പേരെ ബുദ്ധിമുട്ടിച്ച് കഴിയുമ്പോൾ അവർ ഈ പണിയും മതിയാക്കി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ഗ്യാപ്പ് വരുന്ന ഈ തൊഴിലാളി ക്ഷാമം എവിടെ നിന്നാണ് ഇദ്ദേഹം പരിഹരിക്കാൻ പോകുന്നത്? അമേരിക്കക്കാർ വന്ന് വണ്ടി ഓടിക്കാത്തതുകൊണ്ടാണല്ലോ നമ്മുടെ ആൾക്കാർ പോയി വണ്ടി ഓടിക്കുന്നത് ഇവിടെ. ആ പണി ചെയ്യാൻ വയ്യാത്ത, കാരണം കുറഞ്ഞ കൂലിയാണ് അവർക്ക് കൊടുക്കുന്ന കൂലിയേക്കാൾ കുറച്ചതാണ്. അപ്പൊ എങ്ങനെ എന്താ മുൻപിൻ നോക്കാതെ എടുക്കുന്ന ചില നിലപാടുകൾ, പിന്നെ അദ്ദേഹം ഒരു സൂപ്പർ ഹീറോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുന്ന ധാർഷ്ട്യം, ഇതൊക്കെയാണ് ഈ കുറെ ഒക്കെ പൊളിഞ്ഞ് അടുങ്ങുന്നത്. പിന്നെ അദ്ദേഹത്തിന് യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നത്, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് തോന്നുന്നത്, ഒരു ഭാഗത്ത് അദ്ദേഹം തീവ്രവാദികളെ തലോടുന്നുമുണ്ട് തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ, ഒരു ഭാഗത്ത് അവർക്കെതിരാണെന്ന് വരുത്തി തീർക്കുന്നുമുണ്ട്. കാരണം അതിന് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളി ചെയ്യുന്ന പണി യമനിൽ കൊണ്ട് 2 ബോംബ് എടുത്തിടും. അവിടെ ഞങ്ങൾ ISIS-നെതിരാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ബോംബിനെ കുറിച്ചാണ് US പത്രങ്ങളൊക്കെ വലിയ ഹെഡിങ് ആ ബോംബിനെ കുറിച്ച് കൊടുക്കും. ഇത് അമേരിക്കയുടെ മറ്റേ ഒരു പ്രത്യേകതരം ബോംബാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10-50 കിലോമീറ്റർ അകത്ത് പോയിട്ട് ഭീകരവാദികൾ തെരഞ്ഞു കൊല്ലും. അതിന്റെ പ്രത്യേകത. അത് 2 രീതിയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പിന്നെ ആയുധ വിപണിയിലും
ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്നത് ഒരു ഒരു ബ്രാൻഡ്, മുമ്പ് അവർ മൊണോപ്പൊളി ആയിരുന്നു. അവർ മാത്രം ഒരു മുടിചൂടാമണനായി നിന്നിടത്ത് ഇപ്പൊ അനവധി രാജ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പിന്നെ ഈ അറബ് രാജ്യങ്ങളുണ്ട്, ഗൾഫ് കൺട്രീസ്, അവരൊന്നും ഇപ്പൊ പഴയതുപോലെ അമേരിക്കയോട് വലിയ വിധേയത്വം ഒന്നും കാണിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി. കാരണം ഇനിയുള്ള ഇപ്പോഴത്തെ പുതിയ ലോകക്രമത്തിൽ, ഈ ജിയോ പൊളിറ്റിക്സിൽ എല്ലാവരെയും സമന്മാരായി കണ്ട് ഒത്തൊരുമിച്ച് പോവുക എന്നുള്ളത് മാത്രമാണ് മുമ്പിലുള്ള വഴി. അല്ലാതെ ലോക പോലീസ് ചമഞ്ഞിനി അമേരിക്കയ്ക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ട്രംപ് ഉത്തരവിട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ വിറയ്ക്കുമെന്നും കേൾക്കുമെന്നും കാലം പോയിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളും വാർത്തകളും അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം, അദ്ദേഹത്തിന്റെ സ്വന്തം സാമ്രാജ്യം, കുടുംബത്തിന്റെ സാമ്രാജ്യം വികസിപ്പിക്കാൻ ഒരു തത്രപ്പാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഒരു തലതിരിഞ്ഞ നയങ്ങളാണ് പലയിടത്തും പുള്ളി എടുക്കുന്നത്. ആ നയങ്ങൾ തകിടം മറിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക. എനിക്ക് തോന്നുന്നു ഈ താരിഫ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് താരിഫിന്റെ കേസിൽ. അത് അമേരിക്കയ്ക്ക് എത്രത്തോളം തിരിച്ചടി ആകുമെന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഇന്ത്യ പോലല്ല അമേരിക്ക എന്നുള്ളതാണ്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ജീവിത നിലവാരത്തിലായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഒക്കെ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇതിലൊന്നും സ്റ്റിക്ക് ഔൺ ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഈ നിലപാടുകളൊക്കെ അദ്ദേഹം മാറ്റേണ്ടി വരും. ഇപ്പൊ ഈ പ്രവാസികൾക്ക് ടാക്സ് ഏർപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞത് പറച്ചിൽ മാത്രമേ കാണൂ. അതൊക്കെ ഏർപ്പെടുത്തുക വലിയ പ്രയാസകരമായ ഒരു കാര്യത്തിലേക്ക് പോകും. അതൊക്കെയാണ് ഇപ്പൊ. അതായത് ട്രംപിസം തീരുന്നു എന്ന് നമുക്ക് എപ്പോഴും നമുക്ക് പറയാൻ പറ്റും. കഴിഞ്ഞ ഒന്നാം ടൈമിലുള്ള ട്രംപ് അല്ല, രണ്ടാം ടൈമിൽ വരുന്നു. അതാണ് അതിനകത്ത്. പിന്നെ ആൾക്കാർ ഈ വാർത്ത കാണുന്നവർ താഴെ വന്ന് ചിലപ്പോൾ കമന്റ് ഇടാൻ സാധ്യതയുണ്ട്, മൈ ഫ്രണ്ട് അല്ലേ, എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. മോദിക്ക് ലോകത്ത് മുഴുവൻ ഫ്രണ്ടുകളുണ്ട്. നമ്മൾ തുർക്കി പ്രസിഡന്റിനെയും ഈ ഇന്ത്യയെ കൊണ്ടുവന്ന് മോദി കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കെതിരെ തിരിഞ്ഞപ്പോൾ കാലവാരി നിലത്തടിച്ചിട്ടുമുണ്ട്. മലേഷ്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ ആനയിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ നമുക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് പാമോര് മുഴുവൻ കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുണ്ട്. അത് വേറെ, ഇത് വേറെ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.